ജയിലിലെ വേതന വർധനവ് എങ്ങനെയാണ് ഇന്ന് നമുക്കതിനെപ്പറ്റി പഠിച്ചാലോ. ഇപ്പോൾ ഈ വാർത്തകളിൽ വന്ന വലിയൊരു വാർത്തയാണ് ജയിലിലെ വേതന വർധനവ്. അപ്പം ആദ്യം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ജയിലിലെ വേതന വർധനവ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേതന വർധനവ് കിട്ടത്തില്ല. ജയിലിൽ 3 തരത്തിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അതിൽ 3800 പേര് മാത്രമാണ് നമ്മുടെ കേരള ജയിലിൽ ജോലി ചെയ്യുന്നത്. വിചാരണ തടവുകാരൊക്കെയുണ്ട്, അവർക്ക് സാലറി കൊടുക്കുന്നതല്ല. പിന്നീട് ജോലി ചെയ്യാൻ ഇഷ്ടമല്ലാത്ത അങ്ങനെ കുറച്ച് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അൺസ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, സെമി സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്. അതിൽ ഓരോരുത്തർക്കുമുള്ള അൺസ്കിൽഡിന് കൊണ്ടിരുന്നത് 63 രൂപയാണ്. അത് പുതുക്കി 530 രൂപയിലേക്ക് മാറ്റി. സെമി സ്കിൽഡിന് 127 ആയിരുന്നു, അത് 560 മാറി. സ്കിൽഡ് ലേബേഴ്സിന് 152 രൂപയായിരുന്നത് 620 മാറ്റി. 2018 ഇതിനു മുമ്പായിട്ട് ഈ ഒരു സാലറി ചേഞ്ചസ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ കിട്ടുന്ന തുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന തുകയിലെ 30% ഇരകൾക്കാണ്. എന്ത് കുറ്റമാണോ ചെയ്തത് അതിലെ ഇരകൾക്കാണ് 30% ഫണ്ട് കിട്ടുക, അവരുടെ ഫണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ 50% തുക അവരുടെ കുടുംബത്തിന് പോകുന്നു. ഇനി കുടുംബമില്ലാത്തതാണ് എങ്കിൽ കേരള സർക്കാരിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിലേക്ക് ഈ തുക പോകും. ബാക്കിയുള്ള 20% തുകയാണ് പ്രതിക്ക് കിട്ടുന്നത്. പ്രതിക്ക് സോപ്പ്, ചീപ്പ് അങ്ങനെയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ 20% തുക ജയിൽ ഈടാക്കുന്നത്. ഇനി അടുത്തൊരു എല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മുടെ ഖജനാവിലെ പൈസയല്ലേ, നമ്മൾ നികുതി അടയ്ക്കുന്ന പൈസയല്ലേ ഇത് അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഒരിക്കലുമല്ല. ഈ അവർക്ക് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ, അവർക്ക് കൊടുക്കുന്ന ഫണ്ടിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് ജയിൽ കവാടങ്ങളിലെ ഭക്ഷണ വിൽപ്പനയോടുള്ള വരുമാനത്തിൻ്റെ ഫണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അതൊരിക്കലും സർക്കാർ ഖജനാവിലല്ല. കേരള മാതൃക വളരെ ഫേമസ് ആണ്. പുറത്തുനിന്നുള്ള ഒരുപാട് രാജ്യക്കാർ നമ്മുടെ സംസ്ഥാനത്തിലെ ജയിലുകൾ വിസിറ്റ് ചെയ്യുകയും ആ ഒരു ലക്ഷ്യം, അതായത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശിക്ഷിച്ചു കഴിയുമ്പോൾ കുറ്റവാളികളുടെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പം മാനസാന്തരവും പുനരധിവാസവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നത്. കൃത്യമായി ഇതേ പോയിൻറ്റ്സൊക്കെ മനസ്സിലാക്കുക. മത്സര പരീക്ഷകൾക്കൊക്കെ ഇതെന്തായാലും ചോദിക്കുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. ഇതേപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക.